അങ്ങനെ ഉറങ്ങാതെ നേരം വിളിപ്പിച്ച് പൊങ്കാലയും എത്തി. അപ്പോൾ നമുക്ക് പൊങ്കാല ഇടാൻ പോയാലോ? ഞാനൊന്ന് കുളിച്ചിട്ട് വേഗം വരാം കേട്ടോ. ഈ ഒരു സാരിയാണ് ഞാൻ പൊങ്കാലയ്ക്ക് വേണ്ടി എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കോട്ടൺ സാരിയാണ്, നല്ല കളർ കോമ്പിനേഷനായിരുന്നു. പോത്തീസിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് ഒത്തിരി 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 ഇഷ്ടം. ഉടുത്തപ്പോഴും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മേക്കപ്പ് ചെയ്ത് തുടങ്ങിയാലോ? ആദ്യം ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. അധികം മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഇത് ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ കുറച്ചൊന്ന് മസ്കാര ഇട്ട് കൊടുത്തു. ഇത് കണ്ണ് നനഞ്ഞാലൊന്നും പോവാത്തൊരു മസ്കാരയാണ്. പിന്നെ അതുപോലെ കാജലിട്ടു, പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പച്ച പൊട്ടൊക്കെ വെച്ചു. പൊട്ട് എനിക്കിഷ്ടമാണെന്ന് എനിക്കറിയാമല്ലോ. പിന്നെ ഈ ഒരു കമ്മൽ ഞാൻ വഴിയിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. കൊള്ളാമല്ലേ? നല്ല രസമുണ്ട്. പിന്നെ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഒരു സാരിയും മൊത്തത്തിൽ ഓൾ ഓവർ എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതാണ് എൻ്റെ പൊങ്കാലയ്ക്ക് പോകാനുള്ള ലുക്ക് എന്ന് പറയുന്നത്. അടുപ്പൊക്കെ നേരത്തെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കാലടിയിലാണ് പൊങ്കാല ഇട്ടത്. ഇതാ 3 കല അടുപ്പാണ് ഞാൻ പൊങ്കാല ഇടുന്നത്. ഒന്ന് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടത്, ഒന്ന് എൻ്റെ രഞ്ജുമയ്ക്ക് വേണ്ടി ഞാൻ ഇട്ടത്, ഒന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു പ്രാർത്ഥിച്ച് പൊങ്കാല ഇടാൻ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ എൻ്റെ പ്രിയപ്പെട്ട കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും എന്നോട് പ്രാർത്ഥിച്ച് പൊങ്കാല ഇടാൻ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടും ഈ ലോകത്തുള്ള എല്ലാവർക്കും നന്മ വരാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഒരു കലം പൊങ്കാല ഇട്ടത്. അങ്ങനെ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു കേട്ടോ. തളിക്കാനായിട്ട് 2:15 പോറ്റി വന്നു, തളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ യാത്ര പറയുമ്പോൾ ഒരു സങ്കടം, എനിക്ക് ഇവിടെ നിന്നൊരു കൂട്ടുകാരിയെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ മുത്ത്. വല്ലാത്തൊരു ആത്മബന്ധം ഫീൽ ചെയ്തു. പോയപ്പോൾ സങ്കടം തോന്നി. എന്തായാലും അമ്മയും മഹാമായെ ഈ വർഷം നല്ല രീതിയിൽ പൊങ്കാല ഇടാൻ പറ്റി. അടുത്ത വർഷത്തേക്കുള്ളൊരു വലിയ കാത്തിരിപ്പാണ്. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ.